നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ഇത് 6-ാം തീയതി ജനുവരി എൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ്. വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു നിർണായകമായ ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഭാവി തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. ജനുവരി 11-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടീൻ്റെയും NDAൻ്റെയും ഈ ക്യാമ്പയിൻ്റെ 3 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. ഞങ്ങൾ ഒരു വികസനമുള്ള ഒരു കേരളം സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ താല്പര്യമുള്ള പാർട്ടിയാണ്. എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ സുരക്ഷിത കേരളം അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഈ ഇലക്ഷനിൽ ചർച്ച ഞങ്ങൾ ചെയ്യും. അതിന് വേണ്ടി NDAയ്ക്കും BJPയ്ക്കും മാത്രമേ ആ ഒരു സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം കൃത്യമായി 11-ാം തീയതി എല്ലാവരുടെയും മുമ്പിൽ വെച്ചു. ഇതാണ് ശരിക്കും വരാൻ പോകുന്ന ഇലക്ഷനും ജനങ്ങളെ ബാധിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ നമ്മൾ കാണുന്നത് CPM-ഉം കോൺഗ്രസും, നാടിന് 10 കൊല്ലം ഭരിച്ച CPM, രാജ്യത്തിന് 10 കൊല്ലം ഭരിച്ച കോൺഗ്രസും, അതിന് മുമ്പ് എത്രയോ കൊല്ലം കേരളത്തിന് ഭരിച്ച കോൺഗ്രസ്, ഇന്ന് കേരളത്തിനെ കുറിച്ച് പറയാൻ അവർക്ക് ഒന്നും ഇല്ല, ഒന്നും കഴിയുന്നില്ല, ഒന്നും പറയുന്നില്ല. BJPൻ്റെ എതിരെ നുണ പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രി ഒരു സമരത്തിലിരിക്കുന്നു. അദ്ദേഹം പറയുന്നു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കാശ് കിട്ടുന്നില്ല. അതേ ദിവസം ആ നുണേൻ്റെ രാഷ്ട്രീയത്തിന് ഞങ്ങൾ പൊളിച്ചു. കാരണം 10 കൊല്ലം UPA സർക്കാർ ഇരിക്കുന്ന സമയത്ത് 72,000 കോടിയാണ് സെൻട്രൽ ഗവൺമെൻറ് കേരളത്തിന് തന്നത്. അതേസമയം 10 കൊല്ലം നരേന്ദ്രമോദിജി തന്നത് 3,32,000 കോടിയാണ്. അപ്പോൾ അന്ന് തന്നെ ആ ഒരു പ്രോപ്പഗാൻഡ, CPM-ൻ്റെ പ്രോപ്പഗാൻഡ അന്ന് തന്നെ ഞങ്ങൾ പൊളിച്ചു. ഇന്നലെ മകരവിളക്കിൻ്റെ ദിവസമായിരുന്നു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ ഫോട്ടോ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ നമ്മുടെ കോൺഗ്രസ് സുഹൃത്ത് ഇന്നലെ VBG റാംജീനെ കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസും ഒരു സമരം. അപ്പോൾ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നുണ പൊളിക്കാൻ. കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ്. 2014 സെൻട്രൽ ഇലക്ഷനിൽ നുണ പറഞ്ഞ് ജയിക്കാൻ നോക്കി ശ്രമിച്ചു, തോറ്റു. 19 പിന്നെയും കുറേ നുണ മാനുഫാക്ചർ ചെയ്തു, എന്നിട്ടും തോറ്റു. 24 നുണ പറഞ്ഞു, എന്നിട്ടും ജനങ്ങൾ തോൽപ്പിച്ചു. ഹരിയാനയാണോ മഹാരാഷ്ട്രയാണോ ബീഹാറാണോ, രാഹുൽ ഗാന്ധിൻ്റെ ഓരോരോ നുണകൾ, ഇലക്ഷൻ്റെ സമയത്ത് സൃഷ്ടിക്കുന്ന നുണകൾ ജനങ്ങൾ അതിനെ തോൽപ്പിച്ചു. എന്നിട്ടും ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി കേരള അസംബ്ലി ഇലക്ഷൻ്റെ 2 മാസം മുമ്പ്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഒരു 1.5 മാസം മുമ്പ് അവർക്ക് പറയാൻ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ചൊരു നുണ. ആ നുണയെ ഞാൻ പൊളിക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ആദ്യം അവർ പറയുന്നു VBG റാംജി മൻരേഗയെ റിപ്ലേസ് ചെയ്തിട്ട് മൻരേഗ ബെനിഫിഷ്യറീസിനെ ഇത് ബാധിക്കും എന്ന് അവർ പറയുന്നു. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് UPAൻ്റെ സമയത്ത് എത്ര കാശാണ് മൻരേഗയ്ക്ക് UPA സർക്കാർ, കോൺഗ്രസ് സർക്കാർ പ്രൊവൈഡ് ചെയ്തത്? 2.35 lakhs കോടി. 2.35 ലക്ഷം കോടിയാണ് കോൺഗ്രസിൻ്റെ മൻരേഗേൻ്റെ ഫണ്ടിങ്.
നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 കൊല്ലം മൻരേഗയ്ക്ക് എത്ര കാശ് കൊടുത്തു? 7.83 ലക്ഷം കോടി. ആരാണ് പാവങ്ങളെ സേവിക്കുന്നത്? ആരാണ് പാവപ്പെട്ട ഇന്ത്യക്കാർക്ക് വേണ്ടി കൂടുതൽ റിസോഴ്സ് കൊടുക്കുന്നത്? ഇത് കൃത്യമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തത്, മൻരേഗയാണ് നല്ലത്. VBG റാംജിയിൽ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ല, പാവപ്പെട്ട മൻരേഗ ബെനിഫിഷ്യറീസിന് ഗുണം കിട്ടില്ല എന്ന് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. എന്താണ് സത്യം? മൻരേഗയിൽ കിട്ടുന്നത് 100 ദിവസത്തിൻ്റെ തൊഴിലാണ്. VBG റാംജിയിൽ കിട്ടുന്നത് 125 ദിവസം, 25% കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു ബെനിഫിഷ്യറീസ്. അതുമാത്രമല്ല, ഈ VB റാംജിയിൽ സീസണൽ പോസിൻ്റെ പ്രാവധാനമുണ്ട്. അപ്പോൾ ഈ കാർഡ് ഹോൾഡർ, VBG റാംജിൻ്റെ കാർഡ് ഹോൾഡർ ഈ കൃഷി സീസണിൻ്റെ സമയത്ത് അവിടെ കൃഷിപ്പണിക്കും പോവാൻ അവർക്ക് അനുവാദം ഈ VB റാംജിയിലുണ്ട്. അത് മൻരേഗയിൽ ഉണ്ടായിരുന്നില്ല.